ഈ വീഡിയോയിൽ നമ്മൾ ഫ്രാക്ഷനുകളുടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് ഒരു നമ്പറിനെ ഫ്രാക്ഷനുമായി എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. എക്സാമ്പിളായിട്ട് ഇപ്പോൾ 3 എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പറിനെ 5/2 എന്ന ഒരു ഫ്രാക്ഷൻ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, പല കുട്ടികൾക്കും തെറ്റായ ധാരണ ഉണ്ട്, നമ്മൾ ചെയ്യേണ്ടത് 3 × 5 15 / 2 എന്നാണ് ഇതിന്റെ ആൻസർ. പല കുട്ടികളും 3 × 5/3 × 2 എന്ന് എഴുതാറുണ്ട്. ആക്ച്വലി ഒരു നമ്പറിനെ ഒരു ഫ്രാക്ഷനുമായി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന് ന്യൂമറേറ്റർ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി നോക്കൂ, ഇതേപോലെ തന്നെ 3 × 5/6 എന്നാണെങ്കിൽ നമുക്ക് ഏറ്റവും ലളിതമായിട്ട് ഈ 3യും ഈ 6ഉം ക്യാൻസൽ ചെയ്തിട്ട് 2 എന്ന് എഴുതാം. കാരണം 2 3s ആണല്ലോ 6 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 5/2 എന്ന് കിട്ടും. ഇങ്ങനെ ക്യാൻസലേഷൻ പോസിബിൾ ആവുന്ന സാഹചര്യത്തിൽ നമുക്ക് രണ്ട് നമ്പറുകളും ക്യാൻസൽ ചെയ്തിട്ട് അതിന്റെ റെഡ്യൂസ്ഡ് ഫോമാണ് ആൻസർ ആയിട്ട് വരിക. ഇനി നോക്കൂ, ഒരു നമ്പർ ഫ്രാക്ഷൻ 5/2 ആണ്. ഇതിനെ മറ്റൊരു ഫ്രാക്ഷനായ 3/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടു. അപ്പൊ രണ്ട് ഫ്രാക്ഷനുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ, അപ്പൊ 5 × 3 15 എന്ന് കിട്ടുന്നു, ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ, ആൻസർ 8 എന്നാണ് കിട്ടുക. സോ 15/8 എന്നതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, രണ്ട് ഫ്രാക്ഷനുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ എന്നതാണ് അതിന്റെ ആൻസർ. ഇനി ഒരു ഫ്രാക്ഷൻ തന്നെ അതേ ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 1/2 × 1/2, ഇതിനെ നമ്മൾ സാധാരണഗതിയിൽ ഈ ന്യൂമറേറ്റർ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 / 2 × 2 4 എന്നാണ് എഴുതാറുള്ളത്. ഇങ്ങനെ പലതവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ എഴുതുക? ഇപ്പോൾ 1/2നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിനെ 1/2² എന്നാണ് എഴുതുക. നോർമലി സിംപ്ലിഫൈ ചെയ്ത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 1/3 × 1/3 × 1/3 3 ടൈംസ് എഴുതുമ്പോൾ നോർമലി ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് 1/3³ എന്ന് എഴുതും. ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ സ്ക്വയർ നമ്പർ, ഈ 2 എന്ന് പറയുന്ന നമ്പർ ഈ 1നും ബാധകമാണ് 2നും ബാധകമാണ്. അതുകൊണ്ടാണ് ഈ 1² ഈസ് 1 ആൻഡ് 2² ഈസ് 4. അതേപോലെ 1³ ഈസ് 1, 3³ ഈസ് 27. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് എത്ര കിട്ടും? നമുക്ക് 1/3 × 3 × 3 = 1/27 എന്നാണ് ലഭിക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഒരു ഫ്രാക്ഷന്റെ പവർ 0 ആയി കഴിഞ്ഞാൽ, ഏത് ഫ്രാക്ഷൻ ആവട്ടെ അതിന്റെ പവർ 0 ആയി കഴിഞ്ഞാൽ 1 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഒരു ഫ്രാക്ഷന്റെ പവർ 0 ആയാൽ ദ ആൻസർ ഈസ് 1. ഇനി നോക്കൂ, 3/2 എന്ന ഒരു ഫ്രാക്ഷൻ അതിന്റെ പവർ -1 ആണെങ്കിലോ ആക്ച്വലി എന്താ വരിക? ഈ നമ്പറിന്റെ റെസിപ്രോക്കലായ 2/3 ആണ് വരിക. അപ്പൊ നല്ല ശ്രദ്ധിക്കുക, ഒരു ഫ്രാക്ഷന്റെ പവർ -1 ആയി കഴിഞ്ഞാൽ ആ ഫ്രാക്ഷന്റെ റെസിപ്രോക്കലാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ഇനി നമ്മൾ ഇതിനെ നെഗറ്റീവ് പവേഴ്സ്, പോസിറ്റീവ് പവേഴ്സ് എന്നിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? പല രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇപ്പോ 3/2 (-2) എന്നാണ് വന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ നേരെ റെസിപ്രോക്കൽ എടുത്തിട്ട് 2/3² എന്ന് വരും. അപ്പൊ 2/3² 2² ഈസ് 4 ആൻഡ് 3² ഈസ് 9. സോ ദ ആൻസർ ഈസ് 4/9. അപ്പൊ പോസിറ്റീവ് പവർ ആണെങ്കിൽ ആ ഫ്രാക്ഷൻ അതേ ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര പവർ എത്രയാണോ അതിനനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നെഗറ്റീവ് പവർ ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് എത്ര പ്രാവശ്യം ആണോ അത് മൾട്ടിപ്ലൈ ചെയ്യുക എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു രീതി. നമുക്ക് രണ്ടോ അതിലധികമോ ഫ്രാക്ഷനുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അതിന്റെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ക്യാൻസലേഷൻ പോസിബിൾ ആയ ടേമുകൾ ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1/2 × 2/3 × 3/4 × 5/6 എന്നാണ് വന്നതെങ്കിൽ നമുക്ക് വളരെ ലളിതമായിട്ട് എന്ത് ചെയ്യാം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. നേരെ മൾട്ടിപ്ലൈ ചെയ്യാതെ നമുക്ക് ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്യാൻസൽ ചെയ്യുക. അതേപോലെ ഇവിടുത്തെ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ക്യാൻസൽ ചെയ്യുക. ഇനി നമുക്ക് ക്യാൻസലേഷൻ പോസിബിൾ അല്ല, കാരണം മുകളിലുള്ള 5 ആണ്, താഴെയുള്ള 4 6 ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ നമുക്ക് 5 / 4 × 6 ഈസ് 24. 5 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് ഇതിൽ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാവുകയില്ല. സോ ദ ഫൈനൽ ആൻസർ ഈസ് 5/24. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം,
ഈ ഇൻറ്റുവിന് പകരം ഇവിടെ പ്ലസോ മൈനസോ ആണെങ്കിൽ ഇങ്ങനെ ക്യാൻസലേഷൻ പോസിബിൾ അല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1/2 പ്ലസ് 2/3 എന്നാണെങ്കിൽ ഈ 2 ഇറ്റ് ഈസ് ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് ആൻസർ അങ്ങനെ ചെയ്യാൻ പാടില്ല. ദിസ് ഈസ് നോട്ട് പോസിബിൾ. അപ്പൊ നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മൾട്ടിപ്ലിക്കേഷൻ എന്ന സിമ്പിൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള ക്യാൻസലേഷൻ പോസിബിൾ ആയിരിക്കുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മളൊരു ഫ്രാക്ഷൻ 1/2 ഡിവൈഡ് ബൈ 3/4 എന്നാണ് വന്നതെങ്കിൽ നമ്മൾ നോക്കൂ, ഈ ഡിനോമിനേറ്ററിലുള്ള ഫ്രാക്ഷൻ ഈ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ എന്താണ് നമുക്ക് ലഭിക്കുക, മുകളിൽ 1/2 ഇൻറ്റു ഇതിന്റെ റെസിപ്രോക്കൽ എത്രയാണ് വരിക, നമുക്ക് 4/3 എന്ന് വരും. ഈ 2ഉം ഈ 4ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 എന്ന് കിട്ടുന്നു. സോ ദ ഫൈനൽ ആൻസർ ഈസ് 2/3. ഇങ്ങനെയാണ് നമ്മളെ ഫ്രാക്ഷനുകളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷനുമായി ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ക്യാൻസൽ ചെയ്താൽ മതി. ഇനി നിങ്ങൾ നോക്കൂ, ഇപ്പൊ 1/2 ഡിവൈഡഡ് ബൈ 2 ഒരു നമ്പർ കൊണ്ടാണ് ഡിവൈഡ് എങ്കിൽ, ഇപ്പൊ ഇതൊരു ഫ്രാക്ഷൻ ആണ്, ഇതൊരു നമ്പർ ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്രാക്ഷൻ ആക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നു, ദിസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇതിന്റെ റെസിപ്രോക്കൽ. കണ്ടില്ലേ, ഇതിന്റെ റെസിപ്രോക്കൽ എത്രയാണ്, 1/2. സോ വി വിൽ ഗെറ്റ് ദ ആൻസർ 1/4. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു നമ്പറിനെ വേറൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും ആ നമ്പറിനെ നമുക്ക് 2 എന്ന് പറയുന്ന നമ്പർ ആണെങ്കിൽ അത് 2/1, 3 ആണെങ്കിൽ 3/1, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ഫ്രാക്ഷൻ ആക്കിയിട്ട് ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോർമലി നമുക്ക് ഇങ്ങനെയാണ് ആൻസർ കിട്ടുക. ഇനി ഫ്രാക്ഷനുകളുടെ സിംപ്ലിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ലോ ഓഫ് ഇൻഡിസസ് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒരു ചോദ്യം, ഇപ്പൊ 1/2 ഓൾ റേസ് ടു 3 ഇൻറ്റു 1/2 ഓൾ റേസ് ടു 4 എന്നിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനർത്ഥം എന്താണ്, 1/2നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ 1/2നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ രണ്ടിന്റെയും ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/2 ആണ്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 1/2 അതേപോലെ എഴുതിയിട്ട് ഈ 3 + 4 എന്നത് 7 എന്ന് എഴുതാം. കാരണം എന്താണ്, a⁻m ഇൻറ്റു a⁻n ഈക്വൽ ടു a⁻m + n. അപ്പൊ 3 + 4 എന്ന് കിട്ടുമ്പോൾ നമുക്ക് 7 എന്ന് കിട്ടും. ആക്ച്വലി എന്താണ് ഇതിന്റെ അർത്ഥം, 1/2⁷ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് 1/128 എന്നാണ് ഇതിന്റെ ആൻസർ കിട്ടുക. കാരണം 2⁷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128 ആണ്. 2നെ 7 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തതാണ് 2⁷. സോ ദ ആൻസർ ഈസ് 1/128. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോ ഓഫ് ഇൻഡിസസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കൂ, ഇപ്പൊ 2/3 ഓൾ റേസ് ടു -1 ഇൻറ്റു 2/3 ഓൾ പവർ 5 എന്ന് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ 2/3 ഓൾ പവർ -1 + 5 എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ ദിസ് ഈസ്, നമുക്ക് വേണമെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് 2⁴ 16 എന്ന് വരും, ബൈ 3⁴ 81 എന്ന് വരും. സോ 16/81 ആണ് ഇതിന്റെ ഫൈനൽ ആൻസർ. ഇങ്ങനെ ഫ്രാക്ഷനുകളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഇതേപോലെ ഡിവിഷനും നമുക്ക് പോസിബിൾ ആണ്. ഇപ്പൊ നമ്മൾ ലോ ഓഫ് ഇൻഡിസസ് ഡിവിഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് സിംപ്ലിഫിക്കേഷൻ ഈ രീതിയിലൊക്കെ തന്നെയും ഫ്രാക്ഷനുകളെ സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്.